നമുക്ക് അഭിന്നകത്തിലെ ഒരു ചോദ്യം ചെയ്താലോ? 2+√3/2 - √3 കണ്ടുപിടിക്കുക. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഭിന്നസംഖ്യയാണ്, താഴെ തന്നിരിക്കുന്നതിനകത്ത് റൂട്ട് ഉണ്ട്. ഒരു ഭിന്നസംഖ്യയിൽ ഒരിക്കലും ഛേദത്തിൽ റൂട്ട് വരില്ല. ഛേദത്തിൽ റൂട്ട് വന്നാൽ അത് ഒരിക്കലും ഒരു ഭിന്നസംഖ്യ ആകത്തുമില്ല. അങ്ങനെയാണ് നമുക്കിത് മാറ്റിയെടുക്കണ്ടേ. എങ്ങനെ മാറ്റും? 2+√3/2 - ഇങ്ങനെ വരുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഛേദത്തെ ഇങ്ങനെ മാറ്റണമെങ്കിൽ ഛേദത്തിൽ വന്നിരിക്കുന്ന സംഖ്യ പ്ലസ് ഇട്ട്, അതായത് ചിഹ്നം മാറ്റി നമ്മൾ മുകളിലും താഴെയും ഗുണിക്കണം, എങ്കിലേ വാല്യൂ മാറാതിരിക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? മുകളിലും താഴെയും ഛേദത്തിലെ എന്താണോ വന്നത് അതിന്റെ ചിഹ്നം മാറ്റി എഴുതുക. 2+√3, മേളിലും 2+√3 എന്ന് വരും. ഇനി അങ്ങനെയാണെങ്കിൽ മുകളിൽ ഒരേ കാര്യം തന്നെയല്ലേ രണ്ടു തവണ ഗുണിച്ചേക്കുന്നത്. അപ്പൊ എന്ത് വരും? അത് 2+√3 സ്ക്വയർ എന്ന് നമുക്ക് അതിനെ എഴുതാം. ബൈ ഇതെന്താണ്? 2 - √3 × 2+√3. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ a - b × a + b എന്നുള്ള ഫോം അല്ലേ. ഇതിന്റെ ആൻസർ എന്താ? a² - b² എന്നാണ് ഈ ഒരു ഇക്വേഷന്റെ ഫോം വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ a, ഇത് b, അതല്ല a + b × a - b എന്നുള്ള ഫോമിലായത് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എന്ത് എഴുതാൻ പറ്റും? a², 2 സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറയുമ്പോൾ √3 സ്ക്വയർ എന്ന് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ വരുന്നത്? ഇത് a + b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്. a + b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോം എങ്ങനെ വരും? a + b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a² + 2ab + b² എന്നാണ് വരുന്നത്. അതായത് നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ കാണാൻ പഠിച്ചിരിക്കണം. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് അറിയെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് നമുക്ക് ഇത്രയും മതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ 2+√3 ഹോൾ സ്ക്വയർ ഈ ഒരു ഇക്വേഷൻ അനുസരിച്ച് ഡിറൈവ് ചെയ്യുന്നു. 2ന്റെ സ്ക്വയർ പ്ലസ് എങ്ങനെ വരും? 2ab എന്ന് പറയുമ്പോൾ 2 × 2 4, 4 × √3 4√3 പ്ലസ് b² √3 സ്ക്വയർ. അതെന്തായിരിക്കും? 3 ആയിരിക്കും വരുന്നത്. √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും 9 വരത്തില്ല. √3 × √3 എന്ന് വരുമ്പോൾ റൂട്ട് ക്യാൻസൽ ആയി 3 മാത്രമാണ് നമുക്ക് ഉത്തരവായിട്ട് വരുന്നത്. അപ്പൊ അത്രയായി മേളില്. ഇനി താഴെ എന്താ വരുന്നത്? 2ന്റെ സ്ക്വയർ 4 മൈനസ് √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3. ഇനി നമുക്കൊന്ന് എഴുതാം. ഇതിൽ 4, 2ന്റെ സ്ക്വയർ 4, 4 + 3 7, 7 പ്ലസ് 4√3. ഇത് വീണ്ടും നമുക്ക് 7 4 കൂട്ടാൻ കഴിയില്ല, കാരണം ഇതിന്റെ ഉള്ളിൽ √3 കൂടെ ഉള്ളതുകൊണ്ട് ഇതിനെ സെപ്പറേറ്റഡ് ഇങ്ങനെ എഴുതാനേ പറ്റുള്ളൂ. ഡിവൈഡഡ് ബൈ 4ൽ നിന്ന് 3 പോയാൽ 1 ആണ്. ഡിനോമിനേറ്റർ 1 എഴുതാം. ഛേദം 1 എഴുതാനോ നമുക്ക് എഴുതേണ്ട കാര്യമില്ല. ഇത്രയും നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം. 7 + 4√3 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്.